അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ അതിശക്തമായിട്ടുള്ള ആയത്തുകളെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചൊല്ലിത്തീരുന്നതിൻ്റെ ഉള്ളിൽ നമുക്കതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യത്തെ തന്നെ നമുക്ക് ആ ഒരു അനുഭവം ഒന്ന് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു അമലിലേക്ക് കടക്കാം. അൽഹംദുലില്ലാ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ഡിവോഴ്സ് എന്ന തീരുമാനമായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഇടങ്ങേറായിരിക്കുന്ന ഒരു സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ മുതൽ ഞാൻ ഈ ഒരു അമലിനെ എണ്ണം തെറ്റാതെ ചൊല്ലി തുടങ്ങി. മാഷാ അല്ലാഹ്, അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഡിവോഴ്സും വേണ്ടെന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ കാണാൻ വന്നു. മാഷാ അല്ലാഹ്, ആ ഒരു സമയത്ത് എൻ്റെ പടച്ചോനെ ഞാൻ നേരിട്ട് കണ്ടൊരു സമയമായിരുന്നു. ഇതാണ് ആദ്യത്തെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ കഠിനമായിട്ടുള്ള എന്തെങ്കിലും ഒരാവശ്യം ജീവിതത്തിലുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാം. അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു അമലിനെ ആരെങ്കിലും നിയ്യത്ത് വെച്ച് ചൊല്ലുകയാണെങ്കിൽ, കഠിനമായിട്ടുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ അവൻ്റെ മനസ്സിൽ ആ ഒരു നിയ്യത്തുണ്ടെങ്കിൽ, ഒരു പർവ്വതം അവിടുന്ന് നീങ്ങണം എന്നവൻ ഉദ്ദേശിച്ച് നിയ്യത്ത് വെച്ച് ചൊല്ലി തുടങ്ങി എന്ന് വിചാരിക്കുക. ആ പർവ്വതം അവിടുന്ന് മാറുക തന്നെ ചെയ്യും എന്ന് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ മറ്റൊരു കമൻറ്റ് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ, ഈ അറിവുകൾ പറഞ്ഞു തന്നതിന് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു വീഡിയോ എനിക്കൊരുപാട് ഉപകാരമായി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സ് മാറാൻ വേണ്ടി ഞാൻ ഈ ഒരു ദിക്റിനെ ചൊല്ലുകയും ഉദ്യോഗസ്ഥരുടെ മനസ്സ് മാറാൻ സഹായിക്കുകയും ചെയ്തു. ഇതാണ് മറ്റൊരു കമൻ്റായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ചില സമയത്ത് നാണം കെട്ട് പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. അത്തരം അവസ്ഥകളിൽ പോലും കൈ പിടിച്ച് ഉയർത്താൻ സഹായിക്കുന്ന ഒരു ദിക്ർ തന്നെയാണിത്. ആരും ഇതിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമലിനെ പരിപൂർണമായിട്ട് ഹൈറായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രശ്നവും പ്രയാസമൊക്കെ അനുഭവിച്ചിരിക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസത്തിലാണുള്ളത്. മുഹറം 10-ൻ്റെ ഉള്ളിലായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അമലിനെ നിയ്യത്ത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല അല്ലേ. കാരണം ഒരുപാട് വീഡിയോസ് നമുക്കിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു അമലിൻ്റെ ആയത്തിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ഒരാവശ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മഹത്തായിട്ടുള്ള അമലിൻ്റെ ശ്രേഷ്ഠത. പരിശുദ്ധ ഖുർആനിൽ ഉത്തരം കിട്ടാത്തതായിട്ടൊന്നുമില്ല അല്ലേ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ 4 ആയത്തുകളുണ്ട്. 115-ാമത്തെ ആയത്തും 116-ാമത്തെ ആയത്തും 117-ാമത്തെ ആയത്തും 118-ാമത്തെ ആയത്തും. സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ 4 ആയത്തുകൾ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ എന്ന് തുടങ്ങി വഖുർ റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. ഇതാണ് 118-ാമത്തെ ആയത്ത് വരുന്നത്. ഇതുവരെയാണ് നമ്മൾ ഓതേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു അമലിനെ മുറുകെ പിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രധാന ആവശ്യം വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടണം എന്നാണെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഈ ആയത്തുകളെ 1001 തവണ നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ട് ചൊല്ലി വരിക. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ഒരു ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് പുലരുക തന്നെ ചെയ്യും. അത്രയും ഉറപ്പായിട്ടുള്ള ആയത്തുകളാണ്. അഫഹസിബ്തും എന്ന് തുടങ്ങുന്ന ഈ ഒരു ആയത്ത് 114
115, 116, 117, 118 ഈ 4 ആയത്തുകളെയാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ ലാസ്റ്റ് അവസാനത്തെ ആയത്തുകളെയാണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ? കാരണം ഇത്തരം അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മുഹറം മാസത്തിൽ പ്രത്യേകമാക്കപ്പെട്ടുള്ള മാസങ്ങളിൽ ദിവസങ്ങളിൽ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെയ്യും എന്നുള്ള ഉറപ്പുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കാറില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ കൂടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.